അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം ഇതിന്റെ പല വലിയ വലിയ കമ്പനീന്റെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്നുണ്ട്. അപ്പൊ ആ തട്ടിപ്പിൽ ഇന്നലെ ഒരു സംഭവം നടന്നു. അപ്പൊ ആ സംഭവം എന്തെന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ കുറെ മീഷോന്റെ പേരും പറഞ്ഞിട്ട് കുറെ തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിന്റെ പേരും പറഞ്ഞ് കുറെ തട്ടിപ്പെല്ലാം നടന്നു. ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ട് സംസം ഇലക്ട്രോണിക്. സംസം ഇലക്ട്രോണിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിസിനസ് ഉള്ള ഒരു ഇലക്ട്രോണിക് ഷോപ്പാണ് ദുബൈയിൽ. പിന്നെ പല വിധത്തിലും പലയിടത്തുണ്ട്. അതൊന്നും എനിക്ക് പൂർണ്ണമായിട്ട് അറിയില്ല. ഇങ്ങനെ ബോംബെയില് പലയിടത്തും ഓരോ ഭയങ്കര ബിസിനസ് പരമായിട്ട് നടക്കുന്ന അത് കുറെ ഗിഫ്റ്റ് എല്ലാം ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ ഒരു മെസ്സേജ് വന്നത്. ഇതാ അത് ഞാനിപ്പോ നിങ്ങൾക്ക് ഇതാണ് ഫസ്റ്റ് വന്ന മെസ്സേജ്. ഇത് ഞാൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള കാര്യം ഇതൊന്ന് കണ്ടോക്ക്, ബാക്കി ഞാൻ പിന്നീട് സംസാരിക്കാം. ഓക്കെ. आपका बॉक्स नंबर 8 है। ये देख लें, इसके अंदर जो जो सामान है वो आपको दिखा देते हैं। ये आपके देखें 2 अल्ट्रा वॉचेस है, अल्ट्रा वॉचेस, ठीक है। और ये आपके देख लीजिए एयरबड्स हैं, एयरबड्स ब्लूटूथ डिवाइस, ये आपको दिखा देते हैं सर। ये आपके एयरबड्स हैं और ये आपका सर आईफोन 14 प्रो मैक्स है, ठीक है। ये देख लीजिए आईफोन 14 प्रो मैक्स और ये आपका मिनी आईपैड है। ये टोटल सामान इस बॉक्स के अंदर आया है, बॉक्स नंबर 8 के अंदर। ये देख लो ऑफिस के अंदर बैठे हुए हैं। ये जो अपना टैक्स है ये पे करो, पे करके अपना ये जो पार्सल है इसको रिसीव करो। ओके सर, थैंक यू। കണ്ടില്ലേ, ഇതാണ് സംഭവം. അപ്പോൾ അതിനുശേഷം വന്നിട്ടുള്ളത് ഇതാ, ആപ്കെ അഡ്രസ്, ആപ്കെ ഫോൺ നമ്പർ, ആപ്കെ നെയിം. നിങ്ങളെ ഫോൺ നമ്പർ, നിങ്ങളെ അഡ്രസ്സും നിങ്ങളെ പേരും അയച്ചു തരാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുത്ത് ഫുള്ളായിട്ട് അഡ്രസ് അല്ല, എനിക്ക് അപ്പം മനസ്സിലായി തട്ടിപ്പൊന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു എന്തെങ്കിലും ഒരു മെസ്സേജ് വന്ന് ആൾക്ക് ഗിഫ്റ്റ്, നിങ്ങൾ എന്തെല്ലാം ഗിഫ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മെസ്സേജ് ഇട്ട് തന്നിന്, നിങ്ങൾ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. അഡ്രസ് അയച്ച് അഡ്രസ് അയച്ച് ചെയ്യുമ്പോഴേക്ക് ഓക്കെ എന്ന് പറഞ്ഞു. DHL का 2000 രൂപ, DHLന്റെ 2000 രൂപ ഡെലിവറി ചാർജ് ഉണ്ട്, അത് അയച്ചു തരണം പറഞ്ഞു. അതിനായിട്ട് അവരെന്നെ രണ്ടാമത് ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ച്, अभी गूगल पे करोगे, पेटीएम करोगे, किस पर करोगे, शाम को 5 बजे आपको गिफ्ट मिल जाएगा. അയക്കുന്ന എത്ര മണിക്ക്? 12:11 ഉച്ചയ്ക്ക്. എന്നിട്ട് പറയുന്നതെന്ന്, നിങ്ങൾ ഇപ്പോൾ ഗൂഗിൾ പേ ചെയ്താൽ, അല്ലാന്നെങ്കിൽ പേടിഎം ആണ് അയക്കുന്നതെന്ന് പറയാം, ഇടുന്നു പറഞ്ഞാൽ മതി. നിങ്ങൾ 5 മണിയാകുമ്പോഴേക്ക് നിങ്ങളെ സാധനം നിങ്ങളെ പരിക്കെത്തും. 11 മണിക്ക് വിളിച്ചിട്ട് 12:11 വിളിച്ചിട്ട് ആ പറയുന്നുള്ള 5 മണിയാകുമ്പോൾ സാധനം എത്തും. അവരിവിടെ അടുത്ത ഇടവുള്ള വിളിച്ച് പറയുന്നുള്ളേ. അതിൻ്റെ ബോലോ എന്താ പറ, ഞാനിട്ട് കൊടുത്തതെന്ന് വെച്ചെങ്കിൽ, നിങ്ങൾ ആരെ കയ്യിലാണ് ഗിഫ്റ്റ് കൊടുത്തേക്കുന്നത്, അവരെ കയ്യിൽ ഞാൻ പൈസ കൊടുത്തേക്കാന്ന് പറഞ്ഞു. അപ്പോൾ അവർ രണ്ടാമത് എനിക്ക് ഇട്ട് തരുന്ന ഇതാണ്. ഞാനെല്ലാം ഫുള്ള് ഇപ്പോൾ ഇന്ത്യയിൽ വായിക്കുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു എന്തെല്ലെങ്കിൽ, കോറിയർ കൊണ്ടുവരുന്നവന് കോറിയർ കൊണ്ട് തന്നിട്ട് പോകും, അവനക്ക് ഇത് ആയിട്ട് യാതൊരു ബന്ധവും. നിങ്ങൾക്ക് സ്കാൻ ആയിക്കോട്ടാന്ന് വെച്ച് ഞാൻ രണ്ടാമത് പറഞ്ഞു, കോറിയർ ആര് കൊണ്ടുവരുന്നത്, അവൻ്റെ കയ്യിൽ ഞാൻ പൈസ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ അവർ തിരിച്ചു പറഞ്ഞാൽ എന്താ അറിയോ, നിങ്ങൾ ഇപ്പം പൈസ അയച്ചു തന്നെങ്കിൽ നിങ്ങൾ ഗിഫ്റ്റ് കിട്ടും, അല്ലെങ്കിൽ ഇത് ക്യാൻസൽ ആവും പറഞ്ഞു. ക്യാൻസൽ ആക്കട്ടാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ക്യാൻസൽ ആക്കണ്ട, നിങ്ങൾ 2000 അല്ലേ ചോദിക്കുന്നല്ലേ, ഞാൻ കോരിയർ കൊണ്ടു തരുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ 5000 കൊടുക്കാന്ന് പറഞ്ഞു. 5000 കൊടുക്കാം പറഞ്ഞു. അപ്പൊ തിരിച്ചു പറയുന്നത് എന്താ അറിയോ, അത് നടക്കല, നിങ്ങൾ 1000 എങ്കിലും ഇപ്പൊ അടിച്ചേ പറ്റൂ, 1000 രൂപ എങ്കിലും നിങ്ങൾ അടിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങളുടെ സാധനം ക്യാൻസൽ ആവും. ഞാൻ പറഞ്ഞു, ഇനി 1000 ആക്കണ്ട, 5000 തന്നെ തരാം, പക്ഷെ സാധനം എനിക്ക് കൈക്ക് കിട്ടുമ്പോന്ന് പറഞ്ഞു. അപ്പോ അവസാനായിട്ട് ഇതാ നോ എന്ന് പറയുന്ന ഒരു വാക്കിലെ കൂടിയിട്ട് സംഭവം ക്ലിയർ ആക്കി, കയ്യിലാണ്. അപ്പൊ ഇതാണ് തട്ടിപ്പ്. ഇനി ഇത് ആർക്കെല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്നു അവർക്കെല്ലാം ഷെയർ ചെയ്തു. ഇങ്ങനത്തെയാണ് തട്ടിപ്പ് നടക്കുന്നുള്ളത്. ഇതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ പിന്നീട് പറഞ്ഞിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല.